IPL അതിനിർണായകമായ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. IPL 2026 അതിനിർണായകമായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടുകയാണ്. പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ഇരു ടീമുകളും ഇറങ്ങുമ്പോൾ മുൻ ചാമ്പ്യന്മാരായ ചെന്നൈക്കാണ് ഇന്നത്തെ മത്സരത്തിൽ വിജയ സാധ്യത കൂടുതലെന്ന് പലരും തന്നെ പറഞ്ഞിരുന്നു. എല്ലാവരും ഇന്ന് അതിന് തന്നെയാണ് നോക്കി നിൽക്കുന്നത്. പലരും അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ അശ്വിനും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. പോയിന്റ് ടേബിളിൽ നിലവിൽ 6 പോയിന്റ് ഉള്ള ചെന്നൈക്ക് വിജയം അനിവാര്യമാണെങ്കിലും 4 പോയിന്റ് മാത്രമുള്ള മുംബൈക്കാണ് സമ്മർദ്ദം കുറവ് എന്ന് പറയാം. ചെന്നൈക്കായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ന് കൂടുതൽ സാധ്യത ഉള്ളത് എന്നത് നിരീക്ഷിച്ച് പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ചെപ്പോക്കിലെ 5-ാം നമ്പർ പിച്ചിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. ഈ പിച്ചിനെ കുറിച്ച് അശ്വിൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറയാം. ലോകകപ്പ് മത്സരങ്ങൾക്കായി ഉപയോഗിച്ച അതേ പിച്ചായതിനാൽ ഇത് ബാറ്റിങ്ങിൽ ഏറ്റവും അനുയോജ്യമായ പിച്ചുകളിൽ ഒന്നാണ് എന്നും 200 മുതൽ 210 റൺസ് വരെയാണ് ഇവിടുത്തെ പാർ സ്കോർ എന്നും അശ്വിൻ നിരീക്ഷിച്ചു. മുൻപ് പഞ്ചാബ് കിങ്സിനെതിരെ ചെന്നൈ 210 റൺസ് എടുത്തിട്ടും പഞ്ചാബ് അത് എളുപ്പത്തിൽ മറികടന്ന് ഈ പിച്ചിന്റെ ബാറ്റിംഗ് കരുത്തിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ 6 പോയിന്റുള്ള ചെന്നൈക്ക് വിജയം അനിവാര്യമാണെങ്കിലും 4 പോയിന്റ് മാത്രമുള്ള മുംബൈക്കാൾ സമ്മർദ്ദം കുറവ് ചെന്നൈക്കായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുംബൈ ഇന്ത്യൻസിന് ബാറ്റിംഗിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെങ്കിലും ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങാൻ ചെന്നൈക്ക് കഴിയുമെന്ന് അശ്വിൻ വിശ്വസിക്കുന്നു. ചെന്നൈക്ക് നന്നായി പന്തെറിയാനും ബാറ്റ് ചെയ്യാനും ഈ കളി വിജയിപ്പിക്കാനും കഴിയുമെന്ന് എൻ്റെ തോന്നലുണ്ടെന്നും മുംബൈക്ക് ബാറ്റിംഗിൽ മികച്ച അവസരമുണ്ടെങ്കിലും ചെന്നൈ ആയിരിക്കും ഈ മത്സരത്തിൽ ഫേവറേറ്റുകളെന്നും അശ്വിൻ കുറിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു താളം കണ്ടെത്തി അതിൻ്റെ ഒഴുക്കിൽ നീങ്ങുന്നവരാണ്. എന്നാൽ മുംബൈക്ക് ഇതുവരെ അതിൻ്റെ താളം കണ്ടെത്താൻ പോലും ആയിട്ടില്ല. അവർക്ക് മേൽ വലിയ പ്രതീക്ഷകളും ഇല്ല എന്ന് തന്നെ പറയണം. അത് ചെന്നൈക്ക് ഗുണകരമാകുമെന്ന് അശ്വിൻ കൂട്ടിച്ചേർത്തു. ആകാശ് ചോപ്ര നേരത്തെ സൂചിപ്പിച്ച് മുംബൈയുടെ സ്പിന്നിനെതിരെയുള്ള പോരായ്മകളും അഖീൽ ഹുസൈനെ പോലെയുള്ള താരങ്ങളുടെ സാന്നിധ്യവും ചെന്നൈയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണ വാങ്ഡേയിൽ വെച്ച് നടന്ന മത്സരത്തിൽ മുംബൈ 103 റൺസിനെന്ന കൂറ്റൻ മാർജിനിൽ ചെന്നൈ പരാജയപ്പെടുത്തിയിരുന്നു. സഞ്ജു സാംസന്റെ വെടിക്കെട്ട് സെഞ്ചുറിയും അഖീൽ ഹുസൈന്റെ മാരക ബൗളിംഗുമാണ് അന്ന് മുംബൈയുടെ തകർച്ചയ്ക്ക് കാരണം. ഇപ്പോൾ ചെപ്പോക്കിലെ സ്പിൻ പിച്ചിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ തന്നെ ഇടം കയ്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ പതറുന്ന മുംബൈ ബാറ്റിംഗ് നിരയ്ക്ക് അഖീൽ ഹുസൈനെയും നൂർ അഹമ്മദും വലിയ വെല്ലുവിളിയാകുമെന്ന് ആകാശ് ചോപ്ര നിരീക്ഷിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.